ജീവിതത്തിൽ എല്ലാം നേടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം കിട്ടുന്നില്ല, ശാന്തി. എന്തുകൊണ്ട്? നമ്മൾ സാധാരണ കരുതുന്നത് എനിക്കിത് കിട്ടിയാൽ സന്തോഷമാകും, കുറച്ചുകൂടി പണം കിട്ടിയാൽ ലൈഫ് സെറ്റിൽ ആകും എന്നൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടുമ്പോൾ ചില ദിവസം സന്തോഷമുണ്ടാകും, പിന്നെ വീണ്ടും മനസ്സ് പറയുന്നു ഇനി മറ്റൊന്നു വേണം. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, മനസ്സ് ഒരിക്കലും ശാന്തമാകുന്നുമില്ല. ഇതാണ് ഭുക്തികാമി, ലോകസുഖം തേടുന്ന മനുഷ്യൻ. കിട്ടിയതിൽ സംതൃപ്തിയില്ല, എപ്പോഴും കൂടുതൽ വേണമെന്ന ആഗ്രഹം, അതുകൊണ്ട് ശാന്തിയുമില്ല. ചിലർ ഈ സത്യം മനസ്സിലാക്കി പറയുന്നു, എനിക്ക് ഒന്നും വേണ്ട, ഈ ലോകം തന്നെ വേണ്ട, എനിക്ക് മുക്തി വേണം. ഇതാണ് മുക്തികാമി. അവർ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതുപോലും ഒരാഗ്രഹമാണ്. എനിക്ക് മോക്ഷം വേണം എന്നത് പോലും എനിക്ക് എന്തെങ്കിലും വേണം എന്നതിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്. അതുകൊണ്ട് മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നില്ല. ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് പല വിധത്തിലുള്ള കഴിവുകളാണ് വേണ്ടത്. കൂടാതെ ആളുകൾ എന്നെ കാണണം, പ്രശംസിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു. ഇതാണ് സിദ്ധികാമി. അവർക്ക് കഴിവും പ്രശസ്തിയും എല്ലാം വേണം, അതുപോലെ ആളുകളുടെ ശ്രദ്ധയും ആദരവും വേണം. പക്ഷേ ഇതോടൊപ്പം അഹങ്കാരവും അസ്വസ്ഥതയും കൂടുന്നു. ഇപ്പോൾ ഇത് 3 തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ഉള്ളിലെ മനോഭാവം ഒന്നാണ്, എനിക്ക് എന്തെങ്കിലും വേണം. ഇതാണ് അശാന്തിയുടെ യഥാർത്ഥ കാരണം. ഇതിനിടയിൽ ഒരാൾ മാത്രം വ്യത്യസ്തനാണ്, ഒരു കൃഷ്ണഭക്തൻ. ഒരു ശുദ്ധഭക്തൻ ആഗ്രഹിക്കുന്നത് എനിക്കൊന്നും വേണ്ട, എനിക്ക് ലഭിക്കേണ്ടതായിട്ടൊന്നുമില്ല, എനിക്ക് ആകെ വേണ്ടത് ഭഗവാനെ സന്തോഷിപ്പിക്കുക മാത്രമാണ്. ഒരു ശുദ്ധഭക്തൻ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല, അവൻ പൂർണ്ണമായും ഭഗവാനിൽ ആശ്രയിക്കും. അങ്ങനെയുള്ളപ്പോൾ മനസ്സ് സ്വയം ശാന്തമാകുന്നു, ഉള്ളിൽ സമാധാനവും ഉണ്ടാകുന്നു. പുറത്തുള്ള സാഹചര്യങ്ങളൊന്നും മാറ്റേണ്ടതായിട്ടില്ല. ശാന്തി കിട്ടാത്തത് ലോകം കൊണ്ടല്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ് കാരണം. ആഗ്രഹങ്ങൾ ഉള്ളിടത്ത് അശാന്തിയായിരിക്കും, ആഗ്രഹങ്ങൾ ഇല്ലാത്തടത്ത് ശാന്തിയും ഉണ്ടാകും. ഹരേ കൃഷ്ണ.